നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേച്ചേരി മഴുവഞ്ചേരി പെരുവന്മല ശിവക്ഷേത്രത്തിന്റെ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾക്ക് തുടക്കം. സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഭൂമിയാണ് തിരിച്ചുപിടിക്കുന്നത്. പട്ടിത്തറയിൽ കോഴിക്കടയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. 300ഓളം കോഴികളെ കൊന്നിട്ട നിലയിൽ കണ്ടെത്തി. സ്ഥലത്ത് തൃത്താല പോലീസും വനം വകുപ്പും പരിശോധന നടത്തി. ഗുരുവായൂർ നിയോജക മണ്ഡലം തല പട്ടയമേള ജൂലൈ 28-ന് പുന്നിയൂർ അകലാട് മെഹന്തി ഗാർഡനിൽ. മേളയുടെ വിജയകരമായ നടത്തിപ്പിന് 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി 145 പട്ടയങ്ങൾ വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. മഴുവഞ്ചേരി പെരുവന്മല ശിവക്ഷേത്രത്തിന്റെ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഭൂമിയാണ് തിരിച്ചുപിടിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പെരുവന്മല ശിവക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറിയതിനെ തുടർന്ന് തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ വർഷങ്ങളായി നടന്നുവരികയാണ്. 2018-ൽ തന്നെ ഡിജിറ്റൽ സർവേയടക്കം വിവിധ രീതികളിലുള്ള സർവേകൾ പൂർത്തിയായിരുന്നു. 66.69 ഏക്കർ ഭൂമിയിൽ 35 ഏക്കറോളം അനധികൃതമായി കയ്യേറിയതായി സർവേകളിൽ കണ്ടെത്തിയിരുന്നു. ഇതിൽ 25 ഏക്കറോളം വൻകിട കയ്യേറ്റങ്ങളാണ്. ഭൂമി കയ്യേറിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് 2019-ൽ നോട്ടീസ് നൽകി ഹിയറിംഗ് നടത്തി. രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവരുടെ ഭൂമിയാണ് ഇപ്പോൾ തിരിച്ചുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എരനല്ലൂർ വില്ലേജിലെ 7 ഏക്കർ ഭൂമിയാണ് ദേവസ്വം സ്പെഷ്യൽ തഹസിൽദാർ VC പ്രസന്നന്റെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റെടുത്തത്. കയ്യേറിയ ഭൂമികളിൽ പലയിടത്തും തേക്കുമരങ്ങൾ വെച്ചു പിടിപ്പിച്ച നിലയിലാണ്. ചിറനെല്ലൂർ വില്ലേജിൽ ഉൾപ്പെടെയുള്ള ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് സ്പെഷ്യൽ തഹസിൽദാർ പറഞ്ഞു. ഈ സ്ഥലങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനായി ദേവസ്വം തഹസിൽദാരുടെ നേതൃത്വത്തിൽ ആവശ്യമായിട്ടുള്ള നിയമപ്രകാരമുള്ള നോട്ടീസുകൾ നൽകി നടപടി സ്വീകരിച്ചിട്ടുള്ളതും ഇപ്പോൾ ഈ സ്ഥലം ഏറ്റെടുത്ത് ദേവസ്വം ഓഫീസറെ ഏൽപ്പിച്ചിട്ടുള്ളതുമാണ്. നിലവിൽ 7 ഏക്കറോളത്തോളം സ്ഥലം ദേവസ്വം ഓഫീസറെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങൾ അധികം വൈകാതെ തന്നെ ഏറ്റെടുക്കുന്നതാണ്. ദേവസ്വം ഭൂമിയെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ മേഖലയിൽ ചിലർ ഭൂമിയുടെ പട്ടയരേഖകൾ ഹാജരാക്കിയതിന്റെ സാധുത പരിശോധിച്ചു വരികയാണെന്ന് സ്പെഷ്യൽ തഹസിൽദാർ VC പ്രസന്നൻ വ്യക്തമാക്കി. പെരുവന്മലയിലെ ഭൂമി ഏറ്റെടുത്തതിന്റെ രേഖകൾ ദേവസ്വം ഓഫീസർ TK ധന്യയ്ക്ക് സ്പെഷ്യൽ തഹസിൽദാർ രേഖാമൂലം കൈമാറി. സർവേയർ KN അനിൽകുമാർ, റവന്യൂ ഇൻസ്പെക്ടർ R സ്മിത, MA സുരേഷ് കുമാർ, KK രവീന്ദ്രനാഥ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. ചാവക്കാട് പാലയൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ തീപിടുത്തം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 8 മണിയോടെ കണ്ണിക്കുത്തി പള്ളിക്കടുത്താണ് സംഭവം. പാചകവാതകം ചോർന്നതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത്. ഉടനെ ചാവക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സ്കൂട്ടർ യാത്രികനും കാൽനട യാത്രികനും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികനായ കേച്ചേരി എരനല്ലൂർ മഞ്ഞക്കാട്ടിൽ വീട്ടിൽ ധർമ്മൻ, കാൽനട യാത്രികനായ ചൂണ്ടൽ കോലാടിപ്പറമ്പിൽ വീട്ടിൽ സുബ്രഹ്മണ്യൻ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടൽ ശാഖയ്ക്ക് സമീപം ഞായറാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. കാറിടിച്ച് വഴിയാത്രക്കാരായ മറ്റു ചിലർക്കും നിസാര പരിക്കേറ്റിരുന്നു. സാരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെയും കാൽനട യാത്രികനെയും കേച്ചേരി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടിത്തറയിൽ കോഴിക്കടയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. 300ഓളം കോഴികളെ കൊന്നിട്ട നിലയിൽ കണ്ടെത്തി. സ്ഥലത്ത് തൃത്താല പോലീസും വനംവകുപ്പും പരിശോധന നടത്തി. പട്ടിത്തറ പമ്പ് ഹൗസിന് സമീപത്തെ അക്ബർ കൂടല്ലൂരിന്റെ ഉടമസ്ഥതയിലുള്ള CM ചിക്കൻ സ്റ്റാളിനകത്തെ 300ഓളം കോഴികളെയാണ് കൊന്നിട്ട നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാരാണ് കോഴികളെ കൊന്നിട്ട നിലയിൽ ആദ്യം കാണുന്നത്. കോഴികളെല്ലാം കടിച്ചുകൊന്ന നിലയിൽ കടയ്ക്കകത്ത് ചിതറിക്കിടക്കുകയാണ്. അജ്ഞാതജീവിയുടെ ആക്രമണമാകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം അജ്ഞാതജീവി കടയ്ക്കകത്ത് എങ്ങനെ പ്രവേശിച്ചുവെന്ന് കണ്ടെത്താനുമായിട്ടില്ല. കടയിലെ CCTV ദൃശ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. നഷ്ടപ്പെട്ട കോഴികളെയെല്ലാം ചേർത്ത് 500 കിലോഗ്രാമിന് മുകളിൽ തൂക്കം വരുമെന്ന് കടയുടമ അക്ബർ പറഞ്ഞു. അക്ബറിന്റെ പരാതിയിൽ തൃത്താല പോലീസ്, വനംവകുപ്പ് തുടങ്ങിയവർ സ്ഥലത്ത് പരിശോധന നടത്തി.
കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ബസിന്റെ ചക്രം കാലിൽ കയറി ഇറങ്ങിയ സ്ത്രീക്ക് പരിക്ക്. ഒറ്റപ്പിലാവ് വൈപ്പിൻ വീട്ടിൽ പരേതനായ സുധാകരന്റെ ഭാര്യ 61 വയസ്സുള്ള നിർമ്മലയ്ക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവം. ബസ്സിൽ നിന്നിറങ്ങി അതേ ബസിന്റെ മുൻപിലൂടെ നടന്നു നീങ്ങിയ നിർമ്മലയെ മുന്നോട്ടെടുത്ത ബസ് ഇടിക്കുകയായിരുന്നു. നിലത്ത് വീണ ഇവരുടെ കാലിൽ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. കാലിന് സാരമായി പരിക്കേറ്റ നിർമ്മല തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാഴ്ച മുൻപ് യാത്രക്കാർ ഇറങ്ങും മുൻപ് പുറപ്പെട്ട ബസ്സിൽ നിന്ന് വീണ് ചൊവ്വലൂർപ്പടി സ്വദേശിനിയായ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സമാന രീതിയിൽ അപകടങ്ങൾ പതിവാകുന്നതിൽ യാത്രക്കാർ ആശങ്കയിലാണ്. ബസ് ജീവനക്കാർ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഗുരുവായൂർ നിയോജക മണ്ഡലം തല പട്ടയമേളയുടെ വിജയകരമായ നടത്തിപ്പിന് 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ജൂലൈ 28 തിങ്കളാഴ്ച വൈകിട്ട് 3-ന് അകലാട് അൽസാക്കി മെഹന്തി ഗാർഡനിൽ നടക്കുന്ന പട്ടയമേള റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. NK അക്ബർ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വിവിധ തലങ്ങളിലുള്ള ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പട്ടയമേളയുടെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി 101 പേരടങ്ങുന്ന സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KA വിശ്വനാഥൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ MK അറഫാത്ത്, ചിതു രാജേഷ്, ഷൈബ ദിനേശൻ, സെലീന നാസർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KB ഫസലുദ്ദീൻ, ഷംസു അമ്പലത്ത്, PV ജാബിർ, C ഷറഫുദ്ദീൻ, താലൂക്ക് തല റവന്യൂ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ എന്നിവർ സംസാരിച്ചു. TV സുരേന്ദ്രൻ ചെയർമാനും ചാവക്കാട് തഹസിൽദാർ കൺവീനറും വാർഡ് മെമ്പർമാർ ഉൾപ്പെട്ട വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി 145 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. പുറമ്പോക്ക് പട്ടയങ്ങൾ 60, ദേവസ്വം പട്ടയങ്ങൾ 20, ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ 65 എന്നിങ്ങനെയാണ് വിതരണത്തിന് തയ്യാറായിട്ടുള്ളത്. പൊന്നിയൂർ പഞ്ചായത്തിലെ അകലാട് മൂന്നൈനി പ്രദേശത്തെ ജനങ്ങളുടെയും എടക്കഴിയൂർ ഫിഷറീസ് കോളനിയിലെ ജനങ്ങളുടെയും ദശാബ്ദങ്ങളായുള്ള പട്ടയ പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാവുകയാണ്. ചൊവ്വന്നൂരിൽ വീടിനോട് ചേർന്നുള്ള കടമുറി റോഡിലേക്ക് തകർന്നു വീണു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം മെയിൻ റോഡിനരികെ ചുങ്കത്ത് സാബുവിന്റെ വീടിനോട് ചേർന്നുണ്ടായിരുന്ന കടയാണ് ഇടിഞ്ഞത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. അടഞ്ഞുകിടന്നിരുന്ന കടമുറിയുടെ വലിയ കല്ലുകളും ബീമും റോഡിലേക്കാണ് പതിച്ചത്. ഈ സമയത്ത് പരിസരത്ത് ആരുമില്ലാതിരുന്നതിനാൽ വലിയ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. JCB ഉപയോഗിച്ചാണ് തകർന്ന് കിടന്ന കെട്ടിട ഭാഗങ്ങൾ റോഡിൽ നിന്ന് മാറ്റിയത്. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തിയിരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ നെല്ലുവായി പട്ടാമ്പി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ റോഡിലെ കുഴിയിലെ ചെളിവെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധിച്ചു. കുട്ടഞ്ചേരി പ്രദേശത്തുള്ള 2 കലുങ്ക് പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഈ ഭാഗത്ത് റോഡിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. കുഴികളിൽ ചാടി ബൈക്ക് മറിഞ്ഞ് വീണ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവായിരിക്കുകയാണ്. MLAയും പഞ്ചായത്ത് ഭരണസമിതിയും പൊതുമരാമത്ത് വകുപ്പും ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും വാർഡിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്ന് BJP ആരോപിച്ചു. എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. നേതാക്കളായ രാജേഷ് കുട്ടഞ്ചേരി, ആനന്ദൻ, മുരളി വടക്കൂട്ട്, NC ബാലൻ, അജേഷ് എന്നിവർ നേതൃത്വം നൽകി. വീടുകളൊക്കെ തോടുകളാക്കിയ പഞ്ചായത്ത് ഇരുചക്ര വാഹനങ്ങളിലുള്ള ആളുകൾ പലപ്പോഴായി വീണിട്ട് ഇവിടുന്ന് ആളുകൾ എടുത്തുകൊണ്ടുവന്ന അവസ്ഥ പലവട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും പഞ്ചായത്തിന്റെ അധികൃതരെ വേണ്ട രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ന് വരെ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ റോഡ് ഒരു നിർമ്മാണവും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ഈ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇവിടെ പറയുകയാണ്. കാരണം എരുമപ്പെട്ടി പഞ്ചായത്തിലെ എല്ലാ റോഡുകളും തന്നെ തോടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുളവും തോടുകളുമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണസമിതി. കാരണം എല്ലാ റോഡുകളും, ഒരു റോഡ് എന്നല്ല, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് യാതൊരു സംരക്ഷണവും കൊടുക്കാത്ത ഒരു പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. പ്രശസ്ത പുല്ലാങ്കുഴൽ വിദ്വാനും സംഗീതാധ്യാപകനും പുല്ലാങ്കുഴൽ നിർമ്മാണ വിദഗ്ധനുമായ TA ശിവദാസൻ എന്ന ചിത്രാംബരി ശിവദാസനെ കുന്നംകുളം ഫേസിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. കുന്നംകുളം സെന്റ് ജോൺസ് ബദിനി ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ആദര സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചിത്രാംബരി ശിവദാസനെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് മംഗളപത്ര സമർപ്പണം നിർവഹിച്ചു. ഫേസ് പ്രസിഡന്റ് VK ശ്രീരാമൻ അധ്യക്ഷത വഹിച്ചു.
കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഗാനരചയിതാക്കളായ റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ, സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. TA ശിവദാസൻ മറുപടി പ്രസംഗം നടത്തി. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഫെയ്സ് സെക്രട്ടറി C മോഹനൻ സ്വാഗതവും PS ഷാനു നന്ദിയും പറഞ്ഞു. TA ശിവദാസനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനവും സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ ശ്രീവത്സൻ ജയമേനോൻ നയിച്ച സംഗീത സന്ധ്യയും അരങ്ങേറി. ആവിഷ്കാര സംസ്കാരത്തെ നിലനിർത്തുന്ന ഒരു മനുഷ്യൻ. ഇതാണ് ഒരു വലിപ്പം എന്ന് പറയുന്നത്. പലപ്പോഴും വലിയ വലിയ കലാകാരന്മാർ നമ്മൾ ആദരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു താര പദവിയാണ് നമ്മൾ ആദരിക്കുന്നത്. പക്ഷെ എന്നാൽ അവർ കൈകാര്യം ചെയ്യുന്ന കലകളെ ആരാണ് നിലനിർത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട്. കാടായ കാടുകളൊക്കെ അലഞ്ഞിട്ട് അവസാനം നിലമ്പൂരിലത്തെ കാളികാവ് വനത്തിൽ നിന്നൊക്കെയാണ് അദ്ദേഹം അതിനുള്ള മുളകൾ കണ്ടെത്തിയത്. കാരണം എല്ലാ മുളകളുടെ പോലെ അതിനെപ്പറ്റി അദ്ദേഹം ഡോക്യുമെൻ്ററിയിൽ പറയണ്ടേ, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ശിവദാസനെ ആദരിക്കേണ്ടത് ഒരു ജനതയുടെ ചുമതലയായി ആണ്. ആ ചുമതലയാണ് ഫേസ് ഏറ്റെടുത്തത്. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ രോഗനിർണയ ക്യാമ്പ് നടത്തി. പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ നടന്ന ക്യാമ്പ് ഇടവക വികാരി ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ശതോത്തര സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ TC ജോർജ് അധ്യക്ഷനായി. കൈക്കാരന്മാരായ PJ പ്രിൻസൺ, TD സിൽജോ, TJ ഫ്രാങ്കോ, ജൂബിലി ആഘോഷ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ജീൻ പോൾ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ മെഡിസിൻ, ശിശുരോഗ വിഭാഗം, ദന്തരോഗം വിഭാഗം, ENT എന്നീ വിഭാഗങ്ങളിലാണ് സൗജന്യ പരിശോധന ഒരുക്കിയത്. ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ വർഗീസ് പോൾ, ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ ജോഷി തോമസ്, ENTയിൽ ഡോക്ടർ പ്രവീൺ പോൾ, ദന്തരോഗ വിഭാഗത്തിൽ ഡോക്ടർ സിബി ചുങ്കത്ത്, ഡോക്ടർ രജീഷ്, ഡോക്ടർ ഡെറിക്, ഡോക്ടർ റൂബിൻ എന്നിവരും പരിശോധനകൾക്ക് നേതൃത്വം നൽകി. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ പരിശോധനകളും സൗജന്യ മരുന്ന് വിതരണവും നടന്നു. ജാതി മതഭേദമന്യേ 100-ലേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പഴഞ്ഞി അയ്യൂർ ചീനിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട് നടന്നു. ഞായറാഴ്ച പുലർച്ചെ 5 മണിക്ക് നട തുറക്കലിനെ തുടർന്ന് വിശേഷാൽ പൂജകൾ, ഭക്തജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട്, ഔഷധക്കഞ്ഞി വിതരണം എന്നിവ നടന്നു. മുള്ളത്ത് ഗണപതി എന്ന കൊമ്പനാണ് ആനയൂട്ടിനെത്തിയത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു ആനയൂട്ട്. കർക്കിടകം 1 മുതൽ 5 വരെ ഗുരുവായൂർ ഭാഗവതപ്രിയൻ ബ്രഹ്മശ്രീ PC ചന്ദ്രശേഖരൻ ഇളയത് മാസ്റ്ററുടെ ഭക്തിപ്രഭാഷണം നടക്കും. ആഗസ്റ്റ് 11 ഇല്ലനിറയും, 22 തൃപ്പൂത്തിരിയും ആഘോഷിക്കും. ജൂലൈ 23 ചൊവ്വാഴ്ച നാലമ്പല യാത്രയും ഒരുക്കിയിട്ടുണ്ട്. രാമായണ മാസാചരണത്തിന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകും. കേച്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ വിപുലീകരിച്ച കാർഷിക സ്റ്റോറിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കും കർഷകർക്കുമുള്ള ആദരവും സംഘടിപ്പിച്ചു. കേച്ചേരി സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ ചൂണ്ടൽ പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങാകുന്നതിനുവേണ്ടി വളം, കീടനാശിനികൾ, സ്പ്രയറുകൾ, ഗാർഡൻ ഉപകരണങ്ങൾ തുടങ്ങി കൃഷിക്കാവശ്യമായ ഉപകരണങ്ങളുടെ വിപണനത്തിനായുള്ള ഡിവിഷന്റെ ഉദ്ഘാടനം മുൻ MP TN പ്രതാപൻ നിർവഹിച്ചു. കേച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ കർഷകർക്ക് വേണ്ടിയുള്ള ഈ വളം, കീടനാശിനി, സ്പ്രേയറുകളും ഗാർഡനുകളും ഒക്കെ ചേർന്നുള്ള ഒരു പുതിയ സേവനത്തിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഒപ്പം നമ്മുടെ പ്രദേശത്തു നിന്നും 10ാം ക്ലാസ് പരീക്ഷയിലും +2 പരീക്ഷയിലും മികച്ച വിജയം നേടി ആദരവ് ഏറ്റുവാങ്ങാനെത്തിയ മക്കളെ അനുമോദിക്കുന്ന ചടങ്ങുമാണിത്. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ അധ്യക്ഷനായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ മുഖ്യാതിഥിയായി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചൂണ്ടൽ കൃഷി ഓഫീസർ CM ഭുവന, കോൺകോഡ് സ്കൂൾ മാനേജർ RM ബഷീർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോപോൾ, ND സജിത് കുമാർ, ബാങ്ക് ഡയറക്ടർ I വേണുഗോപാൽ, ബാങ്ക് സെക്രട്ടറി PA ഡേവിസ് എന്നിവർ സംസാരിച്ചു. എരനെല്ലൂർ വില്ലേജിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. സ്വിഗ്ഗി, സൊമാറ്റോ തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെ CITU യൂണിയന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തി. ചാവക്കാട് റെഡ് ഹൌസിൽ ചേർന്ന യോഗം NK അക്ബർ MLA സാന്നിധ്യത്തിൽ CITU കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ ഗിഗ് വർഗേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റി രൂപീകരിച്ചു.
CPMന്റെ നേതൃത്വത്തിൽ ഓണം വിപണി ലക്ഷ്യം വെച്ച് നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ മണലൂർ ഏരിയ തല നടീലുത്സവം സംഘടിപ്പിച്ചു. ചിറ്റാടുകര താമരപ്പള്ളിയിൽ നടന്ന നടീലുത്സവം കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VN സുർജിത്ത്, VG സുബ്രഹ്മണ്യൻ, PG സുബിദാസ്, KK ബാബു, ലോക്കൽ സെക്രട്ടറിമാരായ BR സന്തോഷ്, PI ഷൈൻ, ബാബു ആന്റണി, സംയോജിത കൃഷി ജില്ലാ കൺവീനർ CR രാകേഷ് എന്നിവർ സംസാരിച്ചു. പാർട്ടി അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ പ്രവർത്തകർ, ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. വെണ്ട, മുളക്, വഴുതന, തക്കാളി തുടങ്ങിയ പച്ചക്കറികളുടെ തൈകളാണ് സംയോജിത കൃഷിയുടെ ഭാഗമായി നട്ടത്. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ കൽക്കുരിശ് സ്ഥാപിത പെരുന്നാൾ ആഘോഷിച്ചു. AD 52 മാർത്തോമ സ്ലീഹയാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കൽക്കുരിശ് സ്ഥാപിത പെരുന്നാൾ ഭക്തിയാദരപൂർവ്വമാണ് ആചരിച്ചത്. ജൂലൈ 19, 20 ശനി ഞായർ ദിവസങ്ങളിലായി നടന്ന ശുശ്രൂഷകളിൽ ദേവലോകം കാത്തോലിക്കറ്റ് അരമന മാനേജർ റവറൻ യാക്കോബ് റമ്പാൻ മുഖ്യ കാർമ്മികനായി. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാനമസ്കാരവും ധൂപപ്രാർത്ഥനയും കൈമുത്തും നടന്നു. ഞായറാഴ്ച സെമിത്തേരി ചാപ്പലിൽ രാവിലെ 6:15 പ്രഭാത നമസ്കാരം, 7 മണിക്ക് വിശുദ്ധ കുർബാന. കത്തീഡ്രലിൽ രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരം, 8:45 വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം, കുരിശിങ്കൽ ധൂപപ്രാർത്ഥന, ആശീർവാദം, കൈമുത്ത് എന്നിവയുണ്ടായി. നേർച്ച സദ്യ വിതരണവും ഒരുക്കിയിരുന്നു. വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി റെജി CI, സെക്രട്ടറി ബെന്നി KS എന്നിവരുടെ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. തലക്കോട്ടുകര ഗ്രാമീണ വായനശാല തൃശൂർ മാക്കെയർ പോളിക്ലിനിക്കുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന ക്യാമ്പ് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് P മാധവൻ അധ്യക്ഷനായി. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം TK മുരളി മാസ്റ്റർ മുഖ്യാതിഥിയായി. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ MR മീനു രശ്മി നേതൃത്വം നൽകി. തുടർന്ന് ഷുഗർ, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം എന്നിവയുടെ നിർണയവും നേത്രപരിശോധനയും ഉണ്ടായി. വായനശാല സെക്രട്ടറി CK മുരളി, കമ്മിറ്റി അംഗങ്ങളായ KV വില്യംസ്, CK ബിജു, റെനി ജോസ്, KJ റിൻസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം തലക്കോട്ടുകര ക്ഷേത്ര സമിതിയുടെയും ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തലക്കോട്ടുകര ശിവശക്തി ഓഡിറ്റോറിയത്തിലായിരുന്നു ക്യാമ്പ്. കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക പാക്കേജുകൾ, ഫാമിലി പ്രിവിലേജ് കാർഡ്, സൗജന്യ മരുന്ന് വിതരണം, കണ്ണടകൾക്ക് പ്രത്യേക ഇളവുകൾ, മെഡിസെപ്പ്, മറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങൾ, തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് തൃശൂർ ആര്യ ഐ കെയർ ആശുപത്രിയിൽ സൗകര്യം തുടങ്ങിയവ ഒരുക്കിയിരുന്നു. പരിശോധനയ്ക്ക് വിദഗ്ധരായ ഡോക്ടർമാർ നേതൃത്വം നൽകി. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി TR സജീവ്, പ്രസിഡന്റ് PK സുനിൽ, ട്രഷറർ OT മാധവ മേനോൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിച്ചു. തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രവും കുന്നോളത്ത് പ്രവർത്തിക്കുന്ന ആര്യ ഐ കെയറും സംയുക്തമായി ഒരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അതിൻ്റെ സംഘാടകരായ ഞങ്ങളെല്ലാവരും ഇന്ന് വരുന്ന മുഴുവൻ രോഗികൾക്കും, അസുഖമുള്ളവരോ ഇല്ലാത്തവരോ ആയിക്കോട്ടെ, എല്ലാവരെ സംബന്ധിച്ച് അവരെ ടെസ്റ്റ് ചെയ്ത് ആവശ്യമുള്ള രോഗികൾക്ക് ഈവൻ കീഹോൾ സർജറി തുടങ്ങി മെഡിസിൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ക്ഷേത്രക്ഷേമ സമിതിയും ആര്യ ഐ കെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുന്നംകുളം കീഴൂർ ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ ആനയൂട്ടിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 55-കാരൻ മരിച്ചു. കീഴൂർ സംയുക്ത ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ ഇരിപ്പശ്ശേരി ദിവാകരനാണ് മരിച്ചത്. ശനിയാഴ്ചയാണ് കീഴൂർ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നത്. രാവിലെ 10 മണിയോടെ ആനയൂട്ട് ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇദ്ദേഹത്തിന്റെ ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ഉടനെ കുന്നംകുളം സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടയിലാണ് മരണം സംഭവിച്ചത്. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് നടക്കും. കഴിഞ്ഞ 20 വർഷക്കാലമായി കീഴൂർ സംയുക്ത ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ദിവാകരൻ. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഗുരുവായൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 31 വർഷമായി നടത്തിവരുന്ന ഗണേശോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് തുറന്നു. മമ്മിയൂരിൽ തുറന്ന സ്വാഗത സംഘം ഓഫീസ് ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ഡോക്ടർ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് KS പവിത്രൻ അധ്യക്ഷത വഹിച്ചു. സമിതി ജില്ലാ പ്രസിഡന്റ് സതീഷ് ചന്ദ്രൻ, TP മുരളി,
AO ജഗന്നിവാസൻ, MV രവീന്ദ്രനാഥ്, P വത്സലൻ, പുഷ്പ പ്രസാദ്, രഘു ഇരിങ്ങപ്പുറം എന്നിവർ സംസാരിച്ചു. ചർമ്മം ചൊവ്വന്നൂർ എട്ടുംപുറം മുരിങ്ങത്തേരി വീട്ടിൽ പരേതനായ വർഗീസ് ഭാര്യ അമ്മണി നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വന്നൂർ സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ലീന ചാൾസ്, ബിനി പിയൂസ്, കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MP ബെന്നി എന്നിവർ മക്കളാണ്. മന്ദലാംകുന്ന് യാസിൻ പള്ളിക്ക് കിഴക്കുവശം താമസിക്കുന്ന പരേതനായ കിഴക്കൂട്ട് ബാവമകൻ അലവി നിര്യാതനായ 65 വയസ്സായിരുന്നു. കബറടക്കം മന്ദലാംകുന്ന് കുന്നത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. സുഹറ ഭാര്യയും തസ്ലീമ, നജീബ്, ജൗഹർ എന്നിവർ മക്കളുമാണ്. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് കളത്തിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ ഉമ്മർ മുസ്ലിയാർ മകൻ മുഹമ്മദ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. കബറടക്കം മങ്കര ജുമ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സുഹറ ഭാര്യയാണ്. തസ്ലീം എന്നിവർ മക്കളാണ്. വേലൂർ പടാട്ടിൽ ശങ്കരൻകുട്ടി നായർ നിര്യാതനായി. 93 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ശാരദയാണ് ഭാര്യ. മണികണ്ഠൻ, രതി, സീത, കമലം എന്നിവർ മക്കളാണ്. ഗുരുവായൂർ നഗരസഭാ മുൻ കൗൺസിലർ കാരക്കാട് രായമരക്കാർ വീട്ടിൽ RM മുഹമ്മദ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. CPM ഗുരുവായൂർ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം, CPM മുംബൈ അന്തേരി ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പരേതയായ സുലൈഖയാണ് ഭാര്യ. റംലത്ത്, നാഹിദ, നജീബ്, സിറാജുദ്ദീൻ, സുജാവുദ്ദീൻ എന്നിവർ മക്കളാണ്. കബറടക്കം ചാവക്കാട് അങ്ങാടിത്താഴ മഹൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കേച്ചേരി മഴുവഞ്ചേരി പെരുവൻമല ശിവക്ഷേത്രത്തിന്റെ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾക്ക് തുടക്കം. സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഭൂമിയാണ് തിരിച്ചുപിടിക്കുക. പട്ടിത്തറയിൽ കോഴിക്കടയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. 300ഓളം കോഴികളെ കൊന്നിട്ട നിലയിൽ കണ്ടെത്തി. സ്ഥലത്ത് തൃത്താല പോലീസും വനംവകുപ്പും പരിശോധന നടത്തി. ഗുരുവായൂർ നിയോജക മണ്ഡലം തല പട്ടയമേള ജൂലൈ 28-ന് പുന്നിയൂർ അകലാട് മെഹന്തി ഗാർഡനിൽ. മേളയുടെ വിജയകരമായ നടത്തിപ്പിന് 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി 145 പട്ടയങ്ങൾ വിതരണം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.